നമസ്കാരം. നമുക്ക് മറ്റൊരു കാര്യം പെട്ടെന്ന് പറഞ്ഞു പോകാം. ഒരുപാട് ഉപകാരമുള്ള ഇൻഫർമേഷൻ ആണോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ഇല്ല. ഈ വെറുതെ നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, കിട്ടില്ലേ ഇനി ഫേസ് 3 എന്താണ് അടുത്ത പരിപാടികൾ, ഇങ്ങനെയാണല്ലോ നമ്മുടെ കുട്ടികളിപ്പോൾ അവരുടെ ചിന്തകളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ചില അനാലിസിസ് എപ്പോഴും പറയാറുള്ളത് പോലെ മറ്റൊരു അനാലിസിസ്, ഒരു ചോദ്യം ആളുകളുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എത്ര കുട്ടികളാണ് മെഡിക്കൽ ആസ്പിരൻസ് എൻജിനീയറിംഗ് ഫേസ് 2-ൽ സീറ്റുകളായിട്ട് നിൽക്കുന്നത്, ആരൊക്കെ അതിൽ പോകാനായിട്ട് ചാൻസ് ഉണ്ട്, അതിന് നമ്പറുകളെ പറ്റി ഏകദേശം വല്ല ഐഡിയ ഉണ്ടോ, അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ പല വീഡിയോയുടെ കമൻറ്റുകളുടെ താഴെ നമ്മൾ കാണാറുണ്ട്. അപ്പം ഞാനതൊരു ചെറിയൊരു ഒരു ഐഡിയ പ്രയോഗിച്ചത് വേറെ ഒന്നുമല്ല, നമ്മുടെ കീം അപ്ലിക്കേഷൻ നമ്പർ എനിക്ക് തോന്നുന്നത് ഒരേ കുട്ടി രണ്ടിലേക്കും അപ്ലൈ ചെയ്യുമ്പോൾ ആ കീം അപ്ലിക്കേഷൻ നമ്പർ സെയിം തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ എൻജിനീയറിംഗ് ഫേസ് 2-ൻ്റെ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട് വിത്ത് കീം അപ്ലിക്കേഷൻ നമ്പർ. അതുപോലെ തന്നെ കേരള മെഡിക്കൽ ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ അവിടെയും ഒരു കീം അപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കിയിട്ട് ഏകദേശം ഓവർലാപ്പിംഗ് കേസുകൾ കണ്ടുപിടിക്കാവുന്ന കേസേ ഉള്ളൂ. അങ്ങനെയാണ് ഞാനതൊരു PDF അനാലിസിസ് നടത്തി ഒരു എക്സലിലേക്കൊക്കെ ഒന്ന് എക്സ്പോർട്ട് ചെയ്തിട്ട് ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും സോർട്ടിംഗ് ഒക്കെ നടത്തിയിട്ട് കുറച്ച് നമ്പേഴ്സ് എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്. നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ total number of students in medical rank list who currently have an engineering seat already allocated in second phase engineering. അപ്പോൾ സെക്കൻഡ് ഫേസിൽ വന്നിരിക്കുന്ന എൻജിനീയറിംഗ് കുട്ടികൾ ആരൊക്കെയാണ് നമ്മുടെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ 3445 പേരെയാണ് നമുക്കതിൽ ആ ലിസ്റ്റിൽ കാണാൻ പറ്റിയത്. 99% ശരിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുക, അല്ലെങ്കിൽ കീം അപ്ലിക്കേഷൻ നമ്പർ ഒരു പക്ഷേ സെയിം ആവണമെന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിച്ച് നമ്മളത് ഇഗ്നോർ ചെയ്യാവുന്നതാണ്. ഓക്കെ, 3445 കുട്ടികളാണ് ഇപ്പോൾ നിലവിൽ ഫേസ് 2 അലോട്ട്മെൻറ്റിൽ ഒരു എൻജിനീയറിംഗ് സീറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. ഇനി 3445ൻ്റെ ബ്രേക്കപ്പ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എൻജിനീയറിംഗ് റാങ്ക് ലിസ്റ്റിൽ 1000 ഉള്ളിൽ വന്നിരിക്കുന്ന മൊത്തം 24 അത്തരം കുട്ടികളുണ്ട്. അതുപോലെ തന്നെ ടോപ്പ് 3000 എൻജിനീയറിംഗ് റാങ്കിൽ വന്നിരിക്കുന്ന 167 കുട്ടികളുണ്ട്. ഈ കുട്ടികളുണ്ടെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അവർ മെഡിക്കൽ റാങ്ക് ലിസ്റ്റിലുണ്ട്. ചിലർക്ക് ടോപ്പ് മെഡിക്കൽ റാങ്ക്സ് ആണ്, അവരിവിടെ നിൽക്കേണ്ട കാര്യമില്ല, അവർ തീർച്ചയായിട്ടും MBBS കിട്ടിപ്പോകും. പക്ഷേ ഒരു ധൈര്യത്തിന് വേണ്ടി മാത്രം അവർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണ്. കുറച്ച് കുട്ടികൾ ബോർഡർ ലൈൻ കേസിലുണ്ട്, MBBS കിട്ടുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച MBBS കോളേജ് കിട്ടുമെന്ന് അറിയില്ല, അല്ലെങ്കിൽ BDSൻ്റെയും MBBSൻ്റെയും ബോർഡർ ലൈനിൽ ആ കുട്ടികളൊക്കെ ഈ കാറ്റഗറിയിൽ പെടും കേട്ടോ. ആദ്യത്തെ 5000 റാങ്കിനുള്ള ലിസ്റ്റിൽ എൻജിനീയറിങ്ങിൻ്റെ റാങ്ക് ലിസ്റ്റിൽ 334 മെഡിക്കൽ റാങ്ക് ലിസ്റ്റുള്ള കുട്ടികളാണ് ഓൾറെഡി നമ്മുടെ എൻജിനീയറിംഗ് സീറ്റ് ഹോൾഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ആദ്യത്തെ 10,000ലേക്ക് പോവുകയാണെങ്കിൽ ഏകദേശം 907 907. ഇനി ഞാൻ ജസ്റ്റ് കാറ്റഗറി നോക്കി അവരുടെ. അപ്പോൾ കാറ്റഗറി നോക്കിയപ്പോൾ ഭൂരിഭാഗം പേരും, അല്ലെങ്കിൽ നല്ലൊരു ശതമാനം, ചില കേസിൽ നല്ലൊരു ശതമാനം, ചില കേസിൽ പകുതി, അങ്ങനെയൊക്കെ നോക്കണമെങ്കിൽ SM കാറ്റഗറിയാണ്, മറ്റുള്ള കാറ്റഗറി അല്ല കുറച്ചധികം പേര്. പക്ഷേ അതിൻ്റെ അർത്ഥം ഇവർക്ക് എല്ലാവർക്കും ടോപ്പ് റാങ്കാണ്, അതുകൊണ്ട് തന്നെ ഇവർക്ക് SM കാറ്റഗറിയിൽ തന്നെ MBBS കിട്ടുമല്ല കേട്ടോ. ജസ്റ്റ് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി ഒരു ബ്രേക്കപ്പ് തന്നു മാത്രം. അതുപോലെ തന്നെ നമ്മൾ 20,000-ൻ്റെ മുകളിലും 20,000-ൻ്റെ താഴെ നോക്കുകയാണെങ്കിൽ ഏകദേശം 1903 പേരാണ് ടോപ്പ് 20,000-ൽ ഒരു എൻജിനീയറിംഗ് സീറ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളതും അവർ കേരള മെഡിക്കൽ ലിസ്റ്റിൽ റാങ്ക് ലിസ്റ്റിൽ അപ്പിയർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗ്രൂപ്പാണ് പൊട്ടൻഷ്യലി ഇനി ഫേസ് 3-യുടെ അലോട്ട്മെൻറ്റ് വരുമ്പോൾ മെഡിക്കൽ സീറ്റ് ലഭിക്കുകയും, മെഡിക്കൽ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ ഓർ അലൈഡ് മെഡിക്കൽ സീറ്റ്സ് റൈറ്റ് ലഭിക്കുകയും അതുമൂലം എൻജിനീയറിംഗ് കുട്ടികൾക്ക് ആ വാക്കൻസിയിലേക്ക് ഫില്ലാവാനായിട്ട് താഴെയുള്ള കുട്ടികൾക്കൊരു ഓപ്പർച്യൂണിറ്റി വരുന്നത്. എന്നാണ് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഒരു മെഡിക്കൽ സീറ്റ് കിട്ടിയാൽ ആ കുട്ടിയുടെ എൻജിനീയറിംഗ് സീറ്റ് വാക്കൻസിയിലേക്ക് ഈ ഫേസ് 3 അലോട്ട്മെൻറ്റിൽ തന്നെ എൻജിനീയറിംഗ് കുട്ടിക്ക് ആ ഓപ്പർച്യൂണിറ്റി ലഭിക്കും എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് ഒരു വെരി ഹൈ ലെവൽ മാത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ജസ്റ്റ് ചെയ്തൊരു കണക്ക് പ്രകാരം ഈ 907-ൻ്റെ എല്ലാവരും പോകുമ്പോൾ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ചില കുട്ടികളൊക്കെ ബാക്കിലുള്ള റാങ്കിലുണ്ട്. ഇപ്പോൾ നീറ്റിൽ ടോപ്പ് വന്നിട്ടില്ല, വേറെ കാറ്റഗറി അവർക്കില്ല, അവർ ചിലപ്പോൾ ഈ ഫേസ് 3-ലും അവർക്ക് ഒരു മെഡിക്കൽ MBBS സീറ്റോ അല്ലെങ്കിൽ BDS സീറ്റോ കിട്ടില്ല. അപ്പോൾ അവരിവിടെ കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ
ഒരു 60% കുട്ടികൾക്ക് കിട്ടും, 40% കുട്ടികൾ കണ്ടിന്യൂ ചെയ്യുമെന്നൊരു ബ്രേക്കപ്പ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതേത് കാറ്റഗറിയിലായിക്കോട്ടെ, ഞാൻ SM കാറ്റഗറിയുടെ കാര്യം മാത്രമല്ല പറയണേ, എനി കാറ്റഗറി. അപ്പോൾ ഈ 60% ഈ 907 60% കുട്ടികൾ ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ മെഡിക്കൽ സീറ്റ് ലഭിക്കുമെന്ന് അസ്യൂം ചെയ്താൽ അത് ഏകദേശം അതിൻ്റെ നമ്പർ ഒരു 540 വരും. ഈ 540 എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ അലോട്ട്മെൻറ്റ് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു. നമ്മുടെ ആദ്യത്തെ 10,000 എഞ്ചിനീയർ റാങ്ക് നോക്കുകയാണെങ്കിൽ അതിൽ 5000 ചില്ലാൻ പേരാണ് ഇപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ 540 എന്ന് പറയുന്നത് അതിൻ്റെ ഒരു 10%. അപ്പോൾ നമ്മൾ ഈ ലാസ്റ്റ് റാങ്കിൻ്റെ ഒരു വൈൽഡ് ഗസ്സിലേക്കൊക്കെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും. ഇതൊരു വെരി ഹൈ ലെവൽ മാത്തും ഒരു ഗസ് വർക്കൊക്കെയാണ്. ഇതൊന്നും ഒരു അച്ചിട്ട പോലെ ഒരു പ്രഡിക്ഷനോ അല്ലെങ്കിൽ ഭയങ്കര വലിയ സംഭവമൊന്നും അല്ല. ഏകദേശം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഉദാഹരണം എടുത്ത് നമ്മുടെ മോഡലിലെ ലാസ്റ്റ് റാങ്ക് എന്ന് വിചാരിക്കുക, കമ്പ്യൂട്ടർ സയൻസിൻ്റെ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് 1286 ആയിരുന്നു. അപ്പോൾ നമുക്ക് 1300 എന്ന് പറയും. ഫേസ് 2ൻ്റെ ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ 1300ൻ്റെ ഒരു 10% എന്ന് പറഞ്ഞാൽ 130. അതിൻ്റെ ഡബിൾ എന്തുകൊണ്ടാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലോട്ട്മെൻറ്റുകൾ നമുക്കറിയാം. ഈ റാങ്കുകൾ ഒന്നിന് പിറകെ ഒന്നൊന്നായിട്ടല്ല വേക്കൻസികളിൽ കയറി പോകുന്നത്. നമ്മുടെ 10,000 റാങ്കിൽ ആകെ 5000 പേരെ അലോട്ട്മെൻ്റ് ഉള്ളൂ. അപ്പോൾ ലാസ്റ്റ് റാങ്കും ആ ഒരു പ്രപ്പോസിഷനിൽ അതിൻ്റെ ഇരട്ടി ആയിട്ട് മാറുന്നർത്ഥം. അപ്പോൾ 1300ൻ്റെ 10% 130, അതിൻ്റെ ഇരട്ടി എന്ന് പറഞ്ഞ് 260. അപ്പോൾ 260 റാങ്ക് താഴത്തേക്ക് പോകാനുള്ളൊരു സാധ്യത പോലെ നമുക്ക് അങ്ങനെ പറഞ്ഞു പോകാമെന്ന് മാത്രം. അപ്പോൾ 1300 എന്നുള്ള ലാസ്റ്റ് റാങ്ക് 1560 ഞാൻ അങ്ങനെ പറഞ്ഞു. ജസ്റ്റ് ഒരു ഗസ് വർക്ക് നടത്തുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ആശങ്കയാണ്, എത്ര കുട്ടികൾ ഇത് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ കണക്കുകൾ. അപ്പോൾ 29-ാം തീയതി ഇതൊക്കെ അറിയാൻ പറ്റും, അല്ലെങ്കിൽ 27-ാം തീയതി 28-ാം തീയതി ഒക്കെ അറിയാൻ പറ്റും, പ്രൊവിഷണൽ വരും. പക്ഷേ കുറേ പേര് എന്നോട് പറയണു, സാർ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമോ, അല്ലെങ്കിൽ ഈ നമ്പറുകളെ പറ്റി സാറിനൊരു ധാരണയുണ്ടോ. അപ്പോൾ ഞാനപ്പോൾ അതൊരു നമ്മൾക്ക് കിട്ടാവുന്ന ഇൻഫർമേഷൻ വെച്ചിട്ട് ചെറിയൊരു അനാലിസിസ് നടത്തി നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തെന്ന് മാത്രം. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോ 1-2 വീഡിയോസിന് മുമ്പ് ഞാൻ പറഞ്ഞ ആ ഒരു പിക്ചറിലേക്ക് നമുക്ക് പോകാം. ഇത് വീണ്ടും നിങ്ങൾക്കിത് എത്രമാത്രം ഉപകാരം ഉണ്ടാവുമെന്ന് വെച്ചാൽ ഭാവിയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഈ 2-3 ആഴ്ചയ്ക്കുള്ള ടെൻഷൻ കുറയ്ക്കാനോ കൂട്ടാനോ അങ്ങനത്തെ ഒരു രീതിയിൽ മാത്രമേ ഈ ഡാറ്റ നിങ്ങൾ കാണേണ്ടതായിട്ടുള്ളൂ. വലിയ സംഭവമൊന്നുമല്ല, വീണ്ടും ഞാൻ പറയുന്നു. പക്ഷേ പറഞ്ഞു വരുമ്പോൾ നമുക്കെല്ലാം പറയണമല്ലോ. ഇപ്പോൾ 2023ൻ്റെ ഒരു പിക്ചറാണ് നമ്മളിവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. 23-ൽ മെഡിക്കൽ ഫേസ് 1 ഓഗസ്റ്റ് 3-ാം തീയതി ആയിരുന്നു. എഞ്ചിനീയറിംഗ് ഫേസ് 1 അതിന് തൊട്ട് മുമ്പത്തെ ആഴ്ചയിലായിരുന്നു. പിന്നെ നമ്മൾ കണ്ടത് എഞ്ചിനീയറിംഗ് ഫേസ് 2 ഓഗസ്റ്റ് 11, പിന്നെ മെഡിക്കൽ ഫേസ് 2 ഓഗസ്റ്റ് 28, അങ്ങനെ പോകുന്നു. സെപ്റ്റംബർ 3-നാണ് മെഡിക്കൽ ഫേസ് 2 വന്നതിന് ശേഷം എഞ്ചിനീയറിംഗ് ഫേസ് 3 വന്നത്. അപ്പോൾ അങ്ങനെ ഇത് പോവുകയാണ്. ഇനി ഇപ്പോൾ 2024ലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഓഗസ്റ്റ് 7-ാം തീയതിയാണ് ഫേസ് 1 വന്നത്, 20-ാം തീയതിയാണ് ഫേസ് 2 വന്നത്, 29-ാം തീയതിയാണ് ഇനി വരാൻ പോകുന്ന ഫേസ് 3 എഞ്ചിനീയറിങ്ങിൻ്റെയും മെഡിക്കലിൻ്റെയും ഫേസ് 1 വരാം. അപ്പോൾ ഇവിടെയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാനത് കുറച്ച് നമ്പറുകളൊക്കെ ഡെസിമൽ റൗണ്ട് ചെയ്തൊന്ന് സിംപ്ലിഫൈ ചെയ്തെന്ന് മാത്രം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതുവരെ ആദ്യത്തെ 10,000 റാങ്കിൽ 5223 അലോട്ട്മെൻറ്റുകളാണ് വന്നിരിക്കുന്നത് എഞ്ചിനീയറിംഗ്. കഴിഞ്ഞ തവണത്തെ ട്രെൻഡ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിങ്ങനെ കുറഞ്ഞ് വരും. കാരണം കുട്ടികൾ വിട്ട് പോകും. പ്രൈമറിലി മെഡിക്കൽ ആൻഡ് അലൈഡ് സീറ്റ് കുട്ടികൾ, BRക്ക് അങ്ങനത്തെ കാറ്റഗറി, പിന്നെ B.Pharm-ൻ്റെയും എഞ്ചിനീയറിങ്ങിനും ഇടയിലുള്ള കുട്ടികൾ ഒരു തീരുമാനം എടുക്കും. പിന്നെ ഈ റിപ്പീറ്റേഴ്സ് എന്ന് പറയുന്ന കാറ്റഗറി അവസാനം വരെ ഹോൾഡ് ചെയ്ത് നിൽക്കും. അവർക്ക് ഇഷ്ടപ്പെട്ട സംഭവം വന്നു ചേർന്നില്ലെങ്കിൽ അവർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പോകുന്ന കുറച്ച് അവസ്ഥകളൊക്കെ വരും. അപ്പോൾ ആ ഒരു ട്രെൻഡ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി സംഭവിക്കാൻ പോകുന്ന ഒരു പക്ഷേ ആദ്യത്തെ 10,000 റാങ്കുകൾ വരാൻ പോകുന്ന അലോട്ട്മെൻറ്റ് ഒരു 1200 താഴത്തേക്ക് പോകും. അതായത് റാങ്ക് അല്ല കേട്ടോ, നമ്പർ ഓഫ് കുട്ടികൾ ഒരു 1200 കുട്ടികൾ ഈ ആദ്യത്തെ 10,000-ൽ നിന്ന് നെറ്റ് എഫക്റ്റ് ആയിട്ട് ഇനി വരുന്ന ഫേസ് 3-ൽ പോകുമെന്നാണ് എൻ്റെ ഒരു ഗസ് വർക്ക്. അപ്പോൾ അതുമൂലം ഇത് പോകാനുള്ള കാരണം ഇതാണ്. ഇതിപ്പോൾ ഈ മെഡിക്കലിന് മാത്രമല്ല, ചില കുട്ടികൾ ഇപ്പോൾ ഫേസ് 2-ൽ കോളേജിൽ പോയി ഫുൾ ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞ ഒരു സിറ്റുവേഷൻ ഫേസ് 2-ൽ വന്നല്ലോ. അപ്പോൾ സീരിയസ് അല്ലാത്ത അപ്പോഴും ഒരു 2,000 രൂപ 4,000 രൂപ പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഫേസ് 1-ൽ പങ്കെടുത്ത കുട്ടികൾ ഈ കോളേജിലേക്ക് പോയി ഫീസ് അടച്ച് ഡോക്യുമെൻറ്റുകളെല്ലാം സബ്മിറ്റ് ചെയ്യണമെന്ന് കണിശമായി പറഞ്ഞപ്പോൾ അവർ പതുക്കെ അതിൽ നിന്ന് പിൻവലിച്ചിട്ടുള്ള കാറ്റഗറി കുട്ടികളുണ്ടാവും. ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്യാനുള്ള കുട്ടികൾ ഒരു പക്ഷേ കുറച്ച് ശതമാനം കുട്ടികൾ അപ്പോൾ തന്നെ തീരുമാനം എടുത്തിട്ടുണ്ടാവും റിപ്പീറ്റ് ചെയ്യാം, ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നില്ല. അപ്പോൾ പല സംഭവങ്ങൾ എൻ്റെ ഭാഗമായിട്ട് ഒരു പക്ഷേ 4,000 കുട്ടികൾ മാത്രമേ ഈ ഫേസ് 3യുടെ അലോട്ട്മെൻറ്റിൽ വരാനായിട്ട് സാധ്യതയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ലാസ്റ്റ് റാങ്കുകളൊക്കെ താഴത്തേക്ക് പോകും. ഇനി ഒരു വലിയൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഞാൻ പറഞ്ഞില്ലേ, ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സെൻട്രൽ സ്പോട്ട് കാര്യങ്ങളൊക്കെ നടക്കും. കോളേജ് സ്പോട്ടുകളൊക്കെ ഡയറക്ടർ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിൽ വരുന്ന ആക്ടിവിറ്റീസാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കാം. ഇനി ഞാൻ കഴിഞ്ഞ വീഡിയോയിലും എക്സ്പ്ലെയിൻ ചെയ്ത കാര്യം പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഇത്തവണ നമ്മൾ അലോട്ട്മെൻറ്റുകൾ മൊത്തത്തിൽ നോക്കുകയാണെന്നില്ല, ടോട്ടൽ അലോട്ട്മെൻറ്റുകൾ ഒരു 2,000
അലോട്ട്മെൻറ്റുകൾ കൂടാനാണ് സാധ്യത. അതായത് നെറ്റ് കമ്പാരിസൺ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വർഷം ഫേസ് 3 കഴിഞ്ഞപ്പോൾ 17,000 ചില്ലാൻ കുട്ടികൾക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചത്. ഇത് ഇത്തവണ ഒരു 19,000 ചാൻസ് ഉണ്ട്. കാരണം ഞാൻ ബേസ് ഗ്രേറ്റർ ദാൻ 20,000 തന്നെ പ്രഥമ ദൃഷ്ട്യ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഒരു 2,000 പേര് അഡീഷണൽ വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഒരു പുള്ളി ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകുന്ന ആ ഒരു ഒഴുക്ക് ഇത്തവണ കുറച്ച് കുറഞ്ഞ് കാണണം, കുറച്ച് പേര് ഇവിടെ കണ്ടിന്യൂ ചെയ്യാനായിട്ട് തീരുമാനിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു പക്ഷേ ശരിയായിരിക്കാം കേട്ടോ, ഞാൻ ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ഇനി നമുക്ക് പല കുട്ടികളുടെ ചോദ്യം, കഴിഞ്ഞ വർഷത്തെ 2023 ലാസ്റ്റ് റാങ്ക് ഈ ഫേസ് 3 29-ാം തീയതി വരുന്ന ലിസ്റ്റിൽ അങ്ങനെ തന്നെ ആവുമോ, ഞങ്ങളുടെ റാങ്ക് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചാണ് നിൽക്കുന്നത്, കിട്ടോ സാറേ എന്ന് ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ, തീർച്ചയായിട്ടും അതിലേക്കാണ് ഫൈനലി പോകുന്നത്. അതിലേക്ക് ഞാൻ ഉദ്ദേശിച്ചത് ഫേസ് 3 ഓഗസ്റ്റ് 29-നല്ല. ആ സമയത്ത് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ വർഷത്തെ ആ ഫേസ് 3 എന്ന ലെവലിലേക്ക് വരും എന്ന്. കാരണം കഴിഞ്ഞ വർഷത്തെ ഫേസ് 3 സംഭവിച്ചത് മെഡിക്കലിൻ്റെ ഫേസ് 2-ന് ശേഷം കൂടിയിട്ടാണ്. ഇത്തവണ ഫേസ് 1-ന് ശേഷം അല്ലെങ്കിൽ പാരലായിട്ട് ആ ഒരു ഇത് കൺസിഡർ ചെയ്തിട്ട് കൂടിയിട്ടാണ്. അപ്പോൾ അത്രയും ഒരിക്കലും വരില്ല. പക്ഷേ ഫേസ് 2-നേക്കാളും വ്യത്യാസങ്ങൾ തീർച്ചയായിട്ടും ഇത്തവണ ഫേസ് 3-ൽ വരും. ഈ മെഡിക്കലിൻ്റെ സംഭവം പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരം, ആ ഒരു ഉത്തരവ് പ്രകാരം തീർച്ചയായിട്ടും റാങ്കുകൾ താഴത്തേക്ക് പോരും, ലാസ്റ്റ് റാങ്കുകൾ. ഇനി ഞാൻ പറഞ്ഞ കാര്യമില്ലേ, ഇതൊക്കെയാണ് കാരണം. സ്റ്റിൽ ഫേസ് 3 കഴിഞ്ഞിട്ട് ഈ സെൻട്രലൈസ് സ്പോട്ടിനുള്ള പ്രാധാന്യം, കോളേജ് സ്പോട്ടുകൾക്കുള്ള പ്രാധാന്യം ഒക്കെ അവിടെ ഉണ്ട്. കാരണം കുട്ടികൾ ഇപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്, തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വൈകുന്നു, റിപ്പീറ്റേഴ്സ് ഇപ്പോഴും ഹോൾഡ് ചെയ്ത് നിൽക്കുന്നു. മെഡിക്കലിലെ കൃത്യമായിട്ട് അവരറിയിക്കുന്ന ആ ഒരു സീറ്റ് കിട്ടിയാൽ മാത്രമേ ചില കുട്ടികൾ അത് പുൾ ഔട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അലോട്ട്മെൻറ്റിന് വേണ്ടി അവർ മെഡിക്കൽ ഫേസ് 3 വരെ അവർ വെയിറ്റ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ സ്പോട്ടിലേക്കുള്ള വേക്കൻസീസ് ഇത്തവണ കുറച്ച് കൂടുതലായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ നെറ്റ് എൻ്റെ ഒരു ഗട്ട് ഫീൽ എന്ന് പറയുന്നത് ഈ സെൻട്രലൈസ് സ്പോട്ടുകളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം കഴിഞ്ഞ വർഷത്തെ റേഞ്ചിലേക്കൊക്കെ തന്നെ കാര്യങ്ങൾ പോകുമെന്നാണ്. ഇനി അതിൻ്റെ അർത്ഥം ഓരോ സ്പെസിഫിക് കാറ്റഗറിയും ഓരോ ബ്രാഞ്ചും ഓരോ കോളേജും ആ പാറ്റേൺ ഫോളോ ചെയ്യണം എന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത്. നല്ല നല്ല എക്സെപ്ഷൻസ് ഉണ്ടാവാം, ഒരു പാറ്റേൺസിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. ഇപ്പോൾ പുതിയതായിട്ട് വന്ന TKM കോളേജിൽ വന്ന CS ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ബ്രാഞ്ച് കൊണ്ട് ഒരു 60 സീറ്റ് നല്ല കുട്ടികൾ അത് ടോപ്പ് റാങ്കിൽ വരുന്ന കുട്ടികൾ മിക്കവാറും തിരഞ്ഞെടുക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുമൂലം ലാസ്റ്റ് റാങ്ക് കുറച്ച് വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. പിന്നെ ഈ വർഷം ചില ബ്രാഞ്ചുകൾക്ക് ഡിമാൻഡ് കൂടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മോഡലിലെ CSBS പോലുള്ള ബ്രാഞ്ചുകൾക്ക് ഇത്തവണ ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ പർട്ടിക്കുലർ ബ്രാഞ്ചുകൾക്ക് ഒരു പക്ഷേ ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷത്തെ പോലെ പോകില്ല. ഇനി ഡിമാൻഡ് കുറഞ്ഞ ബ്രാഞ്ചുകളാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ട്രെൻഡൊക്കെ നോക്കുകയാണെങ്കിൽ ഇത്തവണ ഡിമാൻഡ് കുറയുന്ന ബ്രാഞ്ചുകളാണെങ്കിൽ ലാസ്റ്റ് റാങ്ക് പിന്നെയും താഴത്തേക്ക് പോകും. അപ്പോൾ അങ്ങനത്തെ എക്സെപ്ഷൻസിനൊക്കെ നമ്മൾ തയ്യാറായിട്ടിരിക്കണം. വീണ്ടും ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് പറയുകയാണ്, ഒരു കാരണവശാലും ടെൻഷൻ അടിച്ച് നമ്മൾ സമയം കളയേണ്ട യാതൊരു അവസ്ഥയില്ല. ഈ വീഡിയോസൊക്കെ എനിക്കറിയില്ല, ഞാനിത് വീഡിയോ ഇടുന്നതിന് 2 തവണ ആലോചിച്ചു വേണോ വേണ്ടതെന്ന്. പക്ഷേ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതുകൊണ്ട് അപകടമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ച് ഇടുന്നതാണ്. പക്ഷേ ഇത് നോക്കിയിട്ട് ഈ ടേബിൾ നോക്കിയിട്ട് നമ്മുടെ സമയം ഫുള്ള് വേസ്റ്റ് ആക്കേണ്ട എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഇതൊക്കെ ജസ്റ്റ് നമ്മുടെ തലയിലൊരു മൂലയിൽ വെച്ചാൽ മതി എന്ന് മാത്രം. കാരണം ട്രെൻഡുകൾ മനസ്സിലാക്കാനും ആ ഒരു ക്യൂരിയോസിറ്റി എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അതിൻ്റെ പേരിൽ മാത്രമാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്